ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെറ്റ് സോളജിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം ഇനി നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഓരോ നിമിഷവും നിങ്ങൾ കറക്റ്റായ രീതിയിൽ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ കുറച്ച് സ്മാർട്ട് വർക്ക് കൂടി നമുക്ക് ആവശ്യമാണ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് വൈറോയിഡ്സിൽ വരുന്ന വൈറോയിഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് നമ്മുടെ സെറ്റ് എക്സാമിന് വൈറോയിഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസസ്. ദെൻ RNA വാസ് ഫൗണ്ട് ടു ബി ഫ്രീ ഇൻ വൈറോയിഡ്. Option C, the RNA of the viroid is of high molecular weight. Option D, in 1971, Theo Diner discovered the viroid. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു വൈറോയിഡ്സിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടായിരിക്കണം. വൈറോയിഡ്സിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. വൈറോയിഡ്സ്, ദേ ആർ ഇൻഫെക്ഷ്യസ് ഏജൻസ്. ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഏജൻസ് ആണ്. ദ കൺസിസ്റ്റ് ഓഫ് single stranded RNA molecule. Okay, single stranded RNA molecule note ചെയ്യാ. But they are significantly smaller than viruses. They are smaller than viruses. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് കിട്ടി അല്ലേ? ആദ്യം പറഞ്ഞു they are infectious agents എന്ന് പറഞ്ഞു. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണെന്ന് പറഞ്ഞു. ദെൻ സിംഗിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ ആണ്. അപ്പോൾ എത്ര സ്ട്രാൻഡഡ് RNA ആണ് എന്നെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ വൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ സിംഗിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ. ദെൻ ദേ ആർ സ്മോളർ ദാൻ വൈറസസ്. വൈറസിനെക്കാളും എന്താണ്? ചെറുതാണ്. സ്മോളർ ദാൻ വൈറസസ്. വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസസ് ബിക്കോസ് ദേ ലാക്ക് എ പ്രോട്ടീൻ കോഡ് ക്യാപ്സിഡ് ദാറ്റ് ഈസ് ടിപ്പിക്കലി പ്രസന്റ് ഇൻ വൈറസസ്. നമുക്കറിയാം അല്ലേ, വൈറസിലാണ്, വൈറസിന്റെ പുറമെ കാണുന്ന കോട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അത് വൈറോയിഡ്സിൽ ഇല്ല. Okay, in 1971, Theo Diner discovered the viroids. 1971 Theo Diner ആണ് വൈറോയിഡ്സിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഹിസ് റിസർച്ച് ലീഡ് ടു the identification and characterization of these unique infectious RNA agents. ഓക്കെ, അപ്പോൾ വൈറോയിഡ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ പറഞ്ഞു. ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സിംഗിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ ആണ് ഇവരിലുള്ളത്. ദെൻ ദേ ആർ സ്മോളർ ദാൻ വൈറസസ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇവരിൽ വൈറസുകളിൽ കാണുന്ന ക്യാപ്സിഡ് എന്ന് പറയുന്ന പുറമേയുള്ള ആ ക്യാപ്സിഡ് വൈറോയിഡ്സിൽ ഇല്ല. ഓക്കെ, ദെൻ തിയോ ഡൈനർ ആണ് 1971 ആദ്യമായിട്ട് വൈറോയിഡ്സിനെ ഡിസ്കവർ ചെയ്തത്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസസ്. ശരിയല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? RNA വാസ് ഫൗണ്ട് ടു ബി ഫ്രീ ഇൻ വൈറോയിഡ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ദ RNA ഓഫ് ദ വൈറോയിഡ് ഈസ് ഓഫ് ഹൈ മോളിക്യുലാർ വെയ്റ്റ്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ദെൻ ഇൻ 1971 Theo Diner discovered the. ദെൻ അടുത്ത ഓപ്ഷൻ ഇൻ 1971 Theo Diner discovered the viroid. അപ്പോൾ ഈ 3 എണ്ണവും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following disease is not caused by prions? പ്രിയോൺസ് ഉണ്ടാക്കാത്ത രോഗമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ പ്രിയോൺസ് എന്നാണ്.
അപ്പോൾ ഓപ്ഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് പ്രിയോൺസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാം. ഓക്കെ, പ്രിയോൺസ് ദർ എ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഫെക്ഷ്യസ് ഏജൻസ് ദറ്റ് കോസസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് BSE അഥവാ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നു. ഓക്കെ, പ്രിയോൺസ് ഏത് രോഗം ഉണ്ടാക്കുന്നു? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഡിസീസ്. ഓക്കെ, ഇത് കാറ്റിലാണ് കാണുന്നത് ഈ രോഗം. ഓക്കെ, ദെൻ ക്രൂട്ട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് CJD in humans and mad cow disease in cattle. ഈ 3 രോഗങ്ങളാണ് പ്രിയോൺസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നുള്ള അസുഖം ആരിലുണ്ടാക്കുന്നു? കാറ്റിൽസിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പ്രിയോൺസ് മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ കാറ്റിൽസിൽ. അതുപോലെ ഹ്യൂമൻ ബീങ്സിൽ ഇവർ ഒരു അസുഖം ഉണ്ടാക്കുന്നുണ്ട്, CJDയുടെ എക്സ്പാൻഷൻ ഓർത്ത് വെക്കുക, ക്രൂട്ട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 ഡിസീസാണ് മെയിനായിട്ട് പ്രിയോൺസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ഹവർ ദ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറസ് ഈസ് കോസ്ഡ് ബൈ ദി വൈറൽ ഏജന്റ് കോൾഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറസ്. ഓക്കെ, ഇത് കൂടെ പറയാൻ കാരണം നമ്മുടെ ഓപ്ഷനിൽ ആ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രിയോൺസ് ഉണ്ടാക്കുന്ന 3 രോഗങ്ങളെ പറ്റി പഠിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, പൊട്ടറ്റോസിൽ എന്തുണ്ടാവുന്നു? സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാവാറുണ്ട്. ഇതൊരു വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറസ് ആണ് എന്തുണ്ടാക്കുന്നത്? ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ പ്രിയോൺസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി പ്രിയോൺസ് ഉണ്ടാക്കുന്നതാണ്. ദെൻ CJD അതും പ്രിയോൺസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. മാഡ് കൗ ഡിസീസും എന്താണ്? പ്രിയോൺസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. ദെൻ ലാസ്റ്റ് വൺ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖമാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ D ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ മൈക്കോപ്ലാസ്മ ആർ ഫോൾസ്? മൈക്കോപ്ലാസ്മകളെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൈക്കോപ്ലാസ്മകളെ കുറിച്ചൊന്ന് നോക്കാം. മൈക്കോപ്ലാസ്മ നമ്മുടെ എക്സാമിന് മൈക്കോപ്ലാസ്മകളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൈക്കോപ്ലാസ്മയിൽ എന്തില്ല? നോ സെൽ വോൾ. സെൽ വോള് ആബ്സെന്റ് ആണ്. മൈക്കോപ്ലാസ്മയിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. ഇൻ ദ യൂറോജെനൈറ്റൽ ട്രാക്ട് ആൻഡ് ബ്ലഡ് സ്മിയേഴ്സ് ഇറ്റ് ഇസ് എ പാരസൈറ്റ്. ഇറ്റ് ഇസ് എ പാരസൈറ്റ് ഇൻ ദി urogenital tract and the blood smears. Then they can spread illness since they are the tiniest living cells. Then in relation to other bacteria, they are moreover incredibly tiny. വളരെ ചെറുതാണ്. So medicines such as penicillin are ineffective against the mycoplasma bacteria. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. വാട്ട് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മൈക്കോപ്ലാസ്മ ആർ ഫോൾസ്? മൈക്കോപ്ലാസ്മയെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ നോക്കാം. ഇറ്റ് സെൽ വാൾ ഈസ് സ്റ്റിഫ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇറ്റ് യൂസസ് ദ പാരസൈറ്റിക് ഫീഡിംഗ് ബിഹേവിയർ. ദെൻ ഓപ്ഷൻ C, ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ബ്ലഡ് സ്മിയേഴ്സ് ആൻഡ് ദ യൂറോജെനൈറ്റൽ ട്രാക്ട്. ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ദ ടൈനിയസ്റ്റ് ലിവിംഗ് ഓർഗാനിസം ഈസ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ A ആണ്. ഇറ്റ് സെൽ വോൾ ഈസ് സ്റ്റിഫ്. കാരണം എന്താ? ഇവർക്ക് സെൽ വോൾ ഇല്ല. പക്ഷെ ഇവിടെ ഇതാണപ്പോൾ എന്ത് വരുന്നത്? നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് വിചാരിച്ച് നമ്മൾ കുറച്ച് വർഷത്തെ മാത്രം പോലെ ഒരു 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റ് നിങ്ങൾ പഠിക്കുമ്പോഴും നമുക്കറിയാം 6 യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരുപാട് മൊഡ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റ് നിങ്ങൾ പഠിക്കുമ്പോഴും ആ യൂണിറ്റിൽ നിന്നും ഇതുവരെ ഒരു 10 വർഷത്തേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എവിടുന്നാ കിട്ടുകയാണ്.
അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം പോകുന്നത്. ഓരോ യൂണിറ്റും നമുക്കറിയാം ടോട്ടൽ 6 യൂണിറ്റുകളാണ് നമ്മുടെ എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു പോകുമ്പോഴും അതിൽ നിന്നും നമ്മുടെ സെറ്റ് എക്സാമിന് വന്നിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു ദിവസങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ഇനി അടുത്ത ഒരു HSST എക്സാമിന് മുന്നേ ഇനി ഒരു സെറ്റ് എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് കൃത്യമായി തന്നെ പഠിക്കാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ലൈവ് സെഷൻസും ടെസ്റ്റ് സീരീസും ഒക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂട്രോഫിക്കേഷൻ ഈസ് ഓഫൺ സീൻ ഇൻ. യൂട്രോഫിക്കേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂട്രോഫിക്കേഷന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. നോക്കാം. ഇറ്റ് ഈസ് ഓഫൺ സീൻ ഇൻ ഓപ്ഷൻ എ ഫ്രഷ് വാട്ടർ ലേക്സ്, ഓപ്ഷൻ ബി ഓഷ്യൻസ്, ഓപ്ഷൻ സി മൗണ്ടെയിൻസ്, ഓപ്ഷൻ ഡി ഡെസേർട്സ്. യൂട്രോഫിക്കേഷനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഈ ഒരു എക്സാമിന്, നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടി യൂട്രോഫിക്കേഷനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. യൂട്രോഫിക്കേഷൻ ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ ഫ്രഷ് വാട്ടർ ലേക്സ്. പ്രധാനമായിട്ടും ഫ്രഷ് വാട്ടർ ലേക്സിലാണ് യൂട്രോഫിക്കേഷൻ കാണുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പ്രോസസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ്, particularly of phosphorus and nitrogen in the body of water. അതായത് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് സാധാരണയായിട്ട് എവിടെയാണ്? ഫ്രഷ് വാട്ടർ ലേക്സിലാണ്. ഈ ഒരു ഫ്രഷ് വാട്ടർ ലേക്സിൽ പല കാരണങ്ങൾ കൊണ്ടും ഫോസ്ഫറസിന്റെയും നൈട്രജന്റെയും ഒക്കെ അളവ് കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ദിസ് എൻറിച്ച്മെന്റ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ദ വാരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചറൽ റൺ ഓഫ്, സീവേജ് ഡിസ്ചാർജ് ആൻഡ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതായത് ഫെർട്ടിലൈസേഴ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ സീവേജ് അല്ലെ വേസ്റ്റുകളൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ടും, ദെൻ അഗ്രികൾച്ചറൽ റൺ ഓഫ്, അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് വരുന്ന വെള്ളത്തിലോ ഇവിടെയൊക്കെ എന്ത് വരുന്നു? ഈ ലേക്കിലേക്ക്, ശുദ്ധമായ ലേക്കിലേക്ക്, ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് ഫോസ്ഫറസും നൈട്രജനും ഒക്കെ ധാരാളമായിട്ട് എത്തിച്ചേരുന്നു. ഇത് യൂട്രോഫിക്കേഷന് കാരണമാകുന്നു. വെൻ ദീസ് ന്യൂട്രിയൻസ് എൻറ്റർ എ ലേക്ക്, അതായത് ഈ ന്യൂട്രിയൻസ് ലേക്കിൽ എത്തിക്കഴിഞ്ഞാൽ ദേ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് അതർ അക്വാട്ടിക് പ്ലാന്റ്സ്. ഈ ഫോസ്ഫറസും നൈട്രജനും ഒക്കെ കൂടുതൽ ഈ വാട്ടർ ബോഡീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ ആൽഗകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാൻ തുടങ്ങും. മറ്റു അക്വാട്ടിക് പ്ലാന്റ്സും ആൽഗകളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവും. Okay, then as a result, an excessive amount of plant biome is produced, leading to the phenomenon known as algal bloom. ഇങ്ങനെ യൂട്രോഫിക്കേഷൻ ആൽഗൽ ബ്ലൂമിന് കാരണമാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഫ്രഷ് വാട്ടർ ലേക്കിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഫോസ്ഫറസും നൈട്രജനും പല രീതിയിൽ ഈ ഒരു ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് എത്തിപ്പെടുന്നു. ഇത് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ, ഫോസ്ഫറസും നൈട്രജനും ഒക്കെ കൂടുതലായിട്ട് അവിടെ ലേക്കിൽ ഉണ്ടാവുമ്പോൾ അവിടെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെയും വളർച്ച കൂടുന്നു. അതോടൊപ്പം തന്നെ ആൽഗകൾ ധാരാളമായിട്ട് അവിടെ വളരാൻ തുടങ്ങുന്നു. ഈ ഒരു ഫിനോമിനോണിനെ നമുക്ക് എന്ത് പറയാം? ആൽഗൽ ബ്ലൂം എന്ന് പറയാം. ഓക്കെ, യൂട്രോഫിക്കേഷൻ ഇറ്റ് ലീഡ്സ് ടു ആൽഗൽ ബ്ലൂം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. യൂട്രോഫിക്കേഷൻ ഈസ് ഓഫൺ സീൻ ഇൻ, എവിടെയാണ്? ഓപ്ഷൻ എ അല്ലേ, ഫ്രഷ് വാട്ടർ ലേക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ കോഴ്സ് 30 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അധികം ദിവസം നമുക്ക് നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. പറഞ്ഞല്ലോ, അടുത്ത HSST എക്സാമിന് മുന്നേ ആയിട്ട് ഇനി ഒരു സെറ്റ് എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇത്തവണ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്